എറണാകുളത്തെ കോളേജ് ഹോസ്റ്റലിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. 2 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റലിൽ നിന്നാണ് 2 കിലോ കഞ്ചാവും മദ്യവും പിടികൂടിയത്. ഇന്നലെ രാത്രി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. സിജോ വി ജോൺ വീണ്ടും ചേർന്നുണ്ട്. സിജോ, 2 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ പിടികൂടിയത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇതിനകത്ത് പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? കൂടുതൽ അറസ്റ്റിന് സാധ്യതയുണ്ടോ? ഈ 2 കിലോ കഞ്ചാവും ഈ മദ്യവും അടക്കം പിടികൂടിയതിന് പിന്നാലെ കോളേജിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ കുറെ കൂടി പരിശോധനയ്ക്ക് സാധ്യതകളുണ്ടോ ഇന്ന് ഈ പകൽ? കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം പോലീസിന്റെ എത്തിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് ഏതാനും വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ നിന്ന് കടന്നു കളയുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന ഹോസ്റ്റൽ മുറിയുണ്ട്. ആ ഹോസ്റ്റൽ മുറിയിൽ താമസിച്ചിരുന്ന ആളുകൾ പോലീസ് എത്തിയ വിവരം അറിഞ്ഞ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലഹരി വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന ആളുകൾ, ഇത് വിൽപ്പന നടത്തുന്ന ആളുകൾ എന്നതിൽ ബന്ധപ്പെട്ട് ഒരു കൂട്ടത്തോടെ തന്നെ ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അവരുടെ പേര് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ആദിത്യൻ ആലപ്പുഴ സ്വദേശിയാണ്, അഭിരാജ് കൊല്ലം. ഈ 2 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു വിദ്യാർത്ഥികളിലേക്ക് അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന കാര്യം, കേരളത്തിലെ ഒരു ക്യാമ്പസിൽ, അത് ഹോസ്റ്റലിൽ എത്രത്തോളമാണ് ഇതിൻ്റെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നാണ്. മദ്യം മാത്രമല്ല, നിരോധിത വസ്തുക്കൾ ഉൾപ്പെടെ, കഞ്ചാവ് ഉൾപ്പെടെ സുലഭമായി ലഭ്യമാകുന്നു. അത് വിൽപ്പന നടത്തുന്നു, കൊണ്ടുവരുന്നു, യഥേഷ്ടം ഉപയോഗിക്കുന്നു ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പോകുന്നു. അതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാകുന്നില്ല. വളരെ പരസ്യമായി തന്നെ ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നുള്ള സാഹചര്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു. അത് ആ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പിടിച്ചെടുക്കുന്നുള്ളത് തന്നെയാണ്. പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോഴും അത് പുറത്തു നിന്ന് ആളുകൾ കൊണ്ടുവരികയും പുറത്ത് ഉപയോഗിക്കുകയും അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ ഇത് ആ കലാലയത്തിനുള്ളിൽ തന്നെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നടക്കുന്നു. 2 കിലോയോളം കഞ്ചാവാണ് അവിടെ നിന്ന് പിടികൂടിയിരിക്കുന്നതാണ് ലഭിക്കുന്ന വിവരം. അത് വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ, അവരുടെ ഇടയിൽ തന്നെ അത് സൂക്ഷിച്ചുകൊണ്ട് അത്തരത്തിൽ ഉപയോഗിക്കുന്നതിനും അത് വിപണനം നടത്തുന്നതിനുള്ള നടപടികളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഈ വിദ്യാർത്ഥികൾ, ഈ കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, അത് മറ്റുള്ള ആളുകളിലേക്ക് കച്ചവടം നടത്തുകയും വിതരണം ചെയ്യുകയും എന്നുള്ള തെളിവുകളാണ് ലഭ്യമാകുന്നത്. കാരണം ഈ കഞ്ചാവ് തൂക്കുന്നതിനുള്ള ത്രാസ് ഉൾപ്പെടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നുള്ള യാതൊരു സംശയവുമില്ല. കാരണം ഈ പല വിദ്യാർത്ഥികളും ഈ റെയ്ഡ് ഭയന്നുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ടെന്നാണ് ലഭ്യമായിരുന്നത് വിവരം. പ്രത്യേകിച്ച് ഈ കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന റൂമിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇത് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് എത്തിയിരിക്കുന്നത്, എത്ര നാളായി ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നു, അത് ആർക്കൊക്കെ നൽകുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്തായാലും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പരിശോധന പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ഉണ്ടായിരുന്നു. ഷാഡ പോലീസിൻ്റെ ഒക്കെ ഉൾപ്പെടെ, സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഉൾപ്പെടെ സഹായത്തോടു കൂടിയാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിയിരുന്നത്. ഇന്നലെ വൈകിട്ടാണ് കൊച്ചി പോലീസിന് രഹസ്യ വിവരം ലഭിക്കുന്നത്. ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്, അത്തരത്തിൽ ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള വിവരം ലഭ്യമാകുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യമായി വെച്ചിരുന്ന ഉച്ചയ്ക്ക് ശേഷം ഈ കോളേജിൽ ഈ ഹോളി ആഘോഷം നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഒരു പണപ്പെരുവ് നടന്നു എന്നുള്ള വിവരമാണ് ആദ്യം ലഭിക്കുന്നത്. അത് ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനൊക്കെ സ്വാഭാവികമായും പല ക്യാമ്പസുകളിലും ആഘോഷങ്ങളുടെ ഭാഗമായി സീനിയേഴ്സ് പല ആളുകളിൽ നിന്നൊക്കെ പണം പിരിക്കാറുണ്ട്. അത്തരത്തിൽ പണം പിരിച്ചു എന്നുള്ള ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക ഘട്ടം നിലയിൽ പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിക്കുന്നത്. അതിനുശേഷം നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവ് ഉൾപ്പെടെ, കേരളത്തിൽ നിരോധിച്ചിരിക്കുന്ന ലഹരി വസ്തുവായ കഞ്ചാവ് ഉൾപ്പെടെ ഒരു ക്യാമ്പസിൻ്റെ ഹോസ്റ്റലിൽ നിന്ന്, വിദ്യാർത്ഥികൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും ഉയർന്ന തലത്തിലുള്ള ഒരു കഞ്ചാവ് പിടികൂടിയിരിക്കുന്ന, അതോടൊപ്പം തന്നെ അത് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രമല്ല, ഈ കൊണ്ടുവന്ന വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രമല്ല, ആ ക്യാമ്പസിലുള്ള മറ്റു വിദ്യാർത്ഥികൾക്ക് യഥേഷ്ടം നൽകുന്നതിന്, വിൽപ്പന നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. അത് തൂക്കുന്നതിനുള്ള ത്രാസ് ഉൾപ്പെടെയാണ് ഇപ്പോൾ പോലീസ് ഇവിടുന്ന് പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും, കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.